ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി.ജെ.പിയുടെ ചിരകാല സ്വപ്നം സാധ്യമാക്കാൻ മുന്നിട്ടിറങ്ങുന്നു അവർ. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത്ഭുതമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനോട് പിന്തുണയ്ക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്, സർക്കാരിന്റെ മുൻപിലുണ്ട്. സർക്കാരിന്റെ മുൻപിലുള്ള പ്രതിസന്ധി എന്താണ്? അത് അങ്ങനെ എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ കഴിയുന്ന, മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ വേഗത്തിൽ ചുട്ടെടുക്കാൻ കഴിയുന്ന ഒരു ബില്ലോ നിയമമാറ്റമോ അല്ല ഇത്. ഭരണഘടനയിലടക്കം നിരവധി ഭേദഗതികൾ ആവശ്യമുള്ള ഇത്തരമൊരു അതിപ്രധാന മാറ്റം എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പി, പല അഭിപ്രായങ്ങളുള്ള കക്ഷികളുടെ ഔദാര്യത്താൽ ഭരിക്കുന്ന ബി.ജെ.പി സാധ്യമാക്കുക എന്ന ചോദ്യമുണ്ട്. വഖഫ് ബില്ലിൽ പോലും ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത്, ഇനിയിപ്പോൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പറയും പ്രകാരം ബഹുഭൂരിപക്ഷം കക്ഷികൾക്കും ഇതിനോട് യോജിപ്പാണ്. എല്ലാവരും ഇത് നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നടത്തിയെടുത്താൽ തന്നെ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പൂർവികർ വിഭാവനം ചെയ്ത സ്വപ്നവും എങ്ങനെയായിരിക്കും അട്ടിമറിക്കപ്പെടുക? ഈ രണ്ട് വിഷയങ്ങൾ സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഉള്ളത് ശ്രീ ജോൺ ബ്രിട്ടാസ് MP ഈ ചർച്ചയുടെ ഭാഗമായി നമ്മോടൊപ്പം ഉണ്ട്. കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, മാധ്യമപ്രവർത്തകനായ ശ്രീ ശ്രീജിത്ത് ദിവാകരൻ, അഡ്വക്കേറ്റ് B.G. വിഷ്ണു ബി.ജെ.പി നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ B.G. വിഷ്ണു, എങ്ങനെയാണ് ഇത്ര സങ്കീർണമായ സ്റ്റെപ്സുള്ള ഒരു നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്? അതിനുള്ള ഭൂരിപക്ഷം നിങ്ങൾക്കില്ലല്ലോ. ജിംസേ, അസാധ്യമാവില്ലൊന്നും മർത്യന് മനസ്സ് വെച്ചെന്നാൽ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അസാധ്യമാവുന്നതിനെന്തും എല്ലാം സാധ്യമാകാൻ വേണ്ടിയുള്ള ദൃഢനിശ്ചയത്തോടുകൂടി മുന്നേറുമ്പോൾ ഈ രാജ്യത്ത് നടപ്പിലാകില്ല എന്ന് കരുതിയ പല പരിഷ്കാരങ്ങളും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അത് നിശ്ചയദാർഢ്യത്തിൻ്റെതാണ്, അത് തീരുമാനമാണ്, അത് ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന് ഒരു സർക്കാർ നൽകിയ വാഗ്ദാനത്തിൻ്റെ കൂടി പ്രതിഫലനമാണ്. അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ 1951 മുതൽ 67 വരെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമായിരുന്നു നിലനിന്നിരുന്നത്. ഇനിയും രാജ്യത്തിൻ്റെ കോടിക്കണക്കിന് രൂപ പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പാഴായി പോവുകയും ഘട്ടത്തിലും പെരുമാറ്റച്ചട്ടം വരുമ്പോൾ സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ വരികയും സർക്കാരുകളുടെയൊക്കെ ശ്രദ്ധയെ പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിലേക്ക് മാറുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു വർഷത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പോലും നടക്കാത്ത ഒരു സ്ഥലവും നമ്മുടെ രാജ്യത്തിൽ ഒരു സ്ഥലവും ഇല്ലാതിരിക്കുന്നു. വിഷ്ണു, ഞാൻ ചോദിക്കുന്നത് അസാധ്യമായത് മർത്യനൊന്നും ഇല്ല എന്നൊക്കെ പറയാൻ നല്ല വാചകമാണ്. പക്ഷേ ഇവിടെ ഇത് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. ഒരു ഡസനിലപ്പുറം ഭരണഘടനാ ഭേദഗതി ഉണ്ടെങ്കിലേ പറ്റൂ. സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം. അത് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. പിന്നെ നിങ്ങളത് എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? ഈ ആർട്ടിക്കിൾ 370യുടെയോ അല്ലെങ്കിൽ പൗരത്വ നിയമത്തിൻ്റെ ഒന്നും പോലെ പറയില്ല, അതുപോലെ നടപ്പിലാക്കാൻ പറ്റുന്ന സംഗതിയല്ല ഇത്. അല്ല, നരേന്ദ്രമോദി ഒരു തവണയല്ല 70 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ പോലും കാശ്മീരിന്റെ പ്രത്യേക പദവി മാറ്റാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ച രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിന്റെ പ്രത്യേക പദവി പറയട്ടെ. അങ്ങനെ ഈ രാജ്യത്ത് ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഈ രാജ്യത്തിന്റെ നിയമം മുഴുവൻ വെറുതെ കൂട്ടിക്കെട്ടി ഒരു മൂലക്കിരിക്കാനും ഇവിടുത്തെ ചിലരെല്ലാം വിചാരിക്കുന്ന പോലെ രാജ്യം എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിലും പല രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അല്ല, കൃത്യമായ ദൃഢനിശ്ചയത്തോട് സർക്കാർ മുന്നോട്ട് രാഷ്ട്രീയ സംശയമാണ്. രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളും തമ്മിലുള്ള തർക്കം, ഭൂതകാലം, അതൊക്കെ വേറെ കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം, സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം. നിങ്ങൾക്കാവട്ടെ അങ്ങനെ എളുപ്പത്തിൽ ഒരു ബില്ല് പാസ്സാക്കാൻ പോലും കഴിയാത്ത ദുർബലാവസ്ഥയിലാണ് മൂന്നാം മോദി സർക്കാർ ഉള്ളത്. എന്താണ് വഖഫ് ബില്ലിൻ്റെ അവസ്ഥ? അതെങ്ങനെയാണ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് പോയത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ചരിത്രമില്ലാത്ത പാർലമെൻറ്റ് ഉപസമിതിക്ക് വിടുന്ന ചരിത്രമേ ഇത്തരം ബില്ലുകളില്ലാത്ത ഒരു സർക്കാരിന് അതൊക്കെ വേണ്ടി വരികയാണ്. അതിനകത്ത് തന്നെ ഈ JDU-വിനും ഒപ്പം ഈ ആന്ധ്രയിലെ TDP-ക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായമാണ്. അതിന് സങ്കീർണതയിൽ കുരുങ്ങിക്കിടക്കുകയാണത്. അതുപോലെ അല്ല ഇത്, അതുപോലെ പോലുമല്ല. അതിനേക്കാൾ സങ്കീർണവും അതിനേക്കാൾ നിയമപ്രശ്നങ്ങളുള്ളതും കോടതികൾ പോലും കയറിയിറങ്ങാൻ സാധ്യതയുള്ളത് പോട്ടെ. ഇതെല്ലാം ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ എത്ര ഭൂരിപക്ഷം വേണമെന്നാണ്? ഏതൊക്കെ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണമെന്നാണ്?
അതെങ്ങനെയാണ്? അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു സമവായം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രയധികം ആളുകൾ പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടോ? എന്നിട്ടാണോ ഈ എടുത്ത് ചാടുന്നതെന്ന് ചോദിക്കുക. രാജിംസേ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു സങ്കീർണമായ ഒരു പ്രോസസ്സ് തന്നെയാണ്. നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം പരിഹരിക്കപ്പെടാനും പരിഹരിക്കേണ്ട സമയത്ത് കൃത്യമായി ആലോചനകൾ നടത്തി മുന്നോട്ട് പോകാനും ഒരു സർക്കാർ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ശുഭകരമായ സൂചന. നമ്മൾ ഏത് കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴും നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഭരണഘടനാ ഭേദഗതികൾ വേണ്ടി വരും, സംസ്ഥാനങ്ങളുടെ റാക്ടിഫിക്കേഷൻ വേണ്ടി വരും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ചർച്ചകൾ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഒരു കമ്മീഷൻ റിപ്പോർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത കരട് റിപ്പോർട്ട് പോലും ആയിട്ടില്ല. അപ്പോഴുള്ള സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരോടും ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അതല്ലാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, പുതിയ കാര്യമാണല്ലോ. പക്ഷേ ഇന്ത്യ സഖ്യം വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അവരുടെ പിന്തുണ ഇല്ലാതെ, അവരുടെ കൂടെ ഒരു സഹകരണം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ നടപ്പിലാക്കാനാണ്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ചർച്ചകളെല്ലാം നടത്തി മുന്നോട്ട് പോകുമ്പോൾ എതിർക്കുന്നവർ പോലും ഇതിന് അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് വരും. അതുകൊണ്ട് എല്ലാ ഭേദഗതികളും തരണം ചെയ്തുകൊണ്ട് പാസ്സാക്കിക്കൊണ്ട് ഇത് രാജ്യത്ത് നിയമമാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യത്തിൽ പോലുള്ള വാചകങ്ങളിലാണ് താങ്കൾ തുടങ്ങുന്നത്. ഈ ജോൺ ബ്രിട്ടാസ് MP ഇത് എല്ലാവർക്കും അങ്ങനെ നിഷ്കളങ്കമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണോ? നമ്മുടെ സാമ്പത്തിക ചെലവ്, ഒപ്പം നിന്നു പോകുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആധി, അങ്ങനെയാണോ എല്ലാവരും കാണുന്നത്? അതോ അതിനപ്പുറത്ത് BJPക്ക് പ്രത്യേകമായ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവരാണോ മറ്റു കക്ഷികൾ? നിഷാദ്, യഥാർത്ഥത്തിൽ ഇത് BJPയുടെ ഒരു പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇന്ന് മന്ത്രിസഭ യഥാർത്ഥത്തിൽ പാസ്സാക്കിയിരിക്കുന്നത്. അതായത് ഒരു രാജ്യം, ഒരു പ്രത്യയശാസ്ത്രം, ഒരു നേതാവ് എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ള ഘടകമാണ് ഈ പറയുന്ന ഒരു രാഷ്ട്രം, ഒരു ഇലക്ഷൻ എന്നുള്ളത്. നമ്മുടെ വൈവിധ്യമാർന്ന ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് ഒരു കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് ഏകമാനമായ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. BJPയുടെ അടുത്തേക്ക് കാര്യങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഇലക്ഷൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇലക്ഷൻ ആഗ്രഹിച്ചാൽ തന്നെ അവരൊരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മുൻനിർത്തിയുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഈ ഒരു നിർദ്ദേശവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഫെഡറൽ സ്പിരിറ്റിന് വിരുദ്ധമാണ്. മാത്രം ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. അതായത് ഈ കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഈ പറഞ്ഞ 15ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർത്തു എന്ന് കോവിന്ദ് കമ്മിറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് എതിർത്തു എന്ന് കോവിന്ദ് കമ്മിറ്റി തന്നെ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് അവരുടെ അപ്രിഹെൻഷൻ എന്തായിരുന്നു? ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള സംവിധാനം വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ബി ആൻറ്റി ഡെമോക്രാറ്റിക്, ആൻറ്റി ഫെഡറൽ, marginalizing the regional parties, encourage the dominance of national parties and result in a presidential form of government. യഥാർത്ഥത്തിൽ കോവിന്ദ് കമ്മിറ്റി മനോഹരമായിട്ട് ഈ നിർദ്ദേശം, അതായത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിർദ്ദേശം എത്ര കണ്ട് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറയാതെ ഈ റിപ്പോർട്ടിൽ എന്ന് വെച്ചാൽ ഭരണഘടനാപരമായി നിലനിൽക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഭരണഘടനയിൽ വളരെ എന്താ പറയുക അടിസ്ഥാനപരമായി തന്നെയുള്ള തിരുത്തലുകൾ ആവശ്യം വരുന്ന ഒന്നാണിത്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, ബ്രിട്ടാസ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ, ഫെഡറൽ ആശയത്തെ, ഫെഡറൽ വിഭാവനത്തെ എന്തുമാത്രം ഡിസ്റ്റേബ് ചെയ്യുന്നതാണ്, തകർക്കുന്നതാണ് ഈ നിയമമാറ്റ ആലോചന? ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ തന്നെ ഔദ്യോഗിക പ്രതികരണം അതാണ്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടു, ഇത് നമ്മുടെ ഫെഡറൽ ഘടനയെ അപകടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന്. ആ നിലയ്ക്ക് ഇത് നിയമപരമായും ഭരണഘടനാപരമായും നിലനിൽക്കില്ല എന്ന് പറയാൻ എന്തൊക്കെ ഗ്രൗണ്ടുണ്ട്? നിഷാദ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രാജ്യമെന്നുള്ള നമ്മുടെ ഇന്ത്യ എന്തെല്ലാം താല്പര്യങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം വൈവിധ്യങ്ങൾ. നമ്മുടെ കാശ്മീർ ഇലക്ഷൻ ഇപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റ്, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ ഒരു ജില്ലയുടെ പ്രശ്നവും മറ്റൊരു ജില്ലയുടെ പ്രശ്നവും തന്നെ എൻ്റയർലി ഡിഫറൻ്റാണ്. യഥാർത്ഥത്തിൽ മധ്യപ്രദേശ്, UP-യിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈസ്റ്റേൺ UP ആണോ വെസ്റ്റേൺ UP, കാർഷിക ബെൽറ്റാണോ? അപ്പം
എന്തെല്ലാം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ഒരു ഏകമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുമ്പോൾ ഈ പ്രാദേശിക സംസ്ഥാന വിഷയങ്ങളെയൊക്കെ സമ്മേർജ് ചെയ്യുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു പ്രചരണ ആയുധം മാത്രമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറണം. ഈ വൈവിധ്യങ്ങളൊക്കെ സമ്മേർജ് ചെയ്യപ്പെടണം, അതിനെയൊക്കെ കുഴിച്ചു മൂടണം. അപ്പോൾ ഡൽഹിയിൽ നിന്ന് സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയ്ക്ക് അനുസരിച്ച് രാജ്യം മുന്നോട്ട് പോകണമെന്നുള്ള ശാഠ്യമാണത്. അതായത് ഈ യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു പ്രതലമാണ് ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇത്രയും വലിയൊരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ പ്രാദേശിക വികാരങ്ങൾ, വിഷയങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളുടെ ആസ്പിറേഷൻസ്, ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ കുഴിച്ചു മൂടുകയല്ലേ? ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണോ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണോ ഒരു കേന്ദ്ര സർക്കാരെന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം വിഭാവനം ചെയ്തത്? ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വൈവിധ്യങ്ങളെ പരോക്ഷമായിട്ട് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഈ വൈവിധ്യങ്ങളെ യഥാർത്ഥത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ, ഈ വൈവിധ്യങ്ങളെ കണക്കിലെടുക്കാതിരിക്കാനുള്ള ഒരു ഗൂഢതന്ത്രം കൂടി ഈ ഒരു നിർദ്ദേശത്തിനുണ്ട്. അത് മാത്രമല്ല, ഈ വളരെ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രചരണ ആയുധങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് വർഗീയതയുടെ ഒരു എന്താ പറയുക ഉന്മാദ നൃത്തമല്ലേ നമ്മൾ കണ്ടത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ഹിന്ദുക്കളുടെ മംഗൾസൂത്രം മോഷ്ടിക്കും, ഏത് രീതിയിലുള്ള ക്യാമ്പയിനാണ് അദ്ദേഹം നടത്തിയത്? ഇനി എനിക്കൊറ്റ ചോദ്യമുള്ളൂ, അതായത് ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാരണങ്ങൾ എന്താണ്? ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ചെലവേറിയതാണ്. 2 വികസന ദൗത്യങ്ങളെ അത് പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ തടയുന്നു. മോഡി സർക്കാരിൻ്റെ ഏത് വികസന ദൗത്യമാണ് തെരഞ്ഞെടുപ്പ് കൊണ്ട് തടയപ്പെട്ടതെന്ന് അവർ പറയണം. ശരി, ഏത് വികസന പരിപാടിയാണ് തടയപ്പെട്ടത്? അവര് വേറെ എന്തെല്ലാം കാര്യത്തിന് പൈസ ചെലവാക്കുന്നുണ്ട് പോലെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ന്യായം അത് വേറെ കാര്യം അല്ല. ശ്രീജിത്ത് ദിവാകരൻ, ഇത് നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ബഹുസ്വരത എന്ന് പറയുന്ന ആശയം, നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മഹത്തായ മൂല്യങ്ങൾ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് നടപ്പിലാക്കുക എന്നത് ഈ മൂന്നാം മോദി സർക്കാരിനെ സംബന്ധിച്ച് എന്തുമാത്രം സാധ്യമായ ഒരു സംഗതിയാണ്? അതിന് വലിയ സങ്കീർണതകളുണ്ടല്ലോ. തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണവുമായ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ സങ്കീർണതകൾ അവർ അനുഭവിക്കുന്നത് അവർക്ക് ഇതേപോലെ തരത്തിലൊരു മറ്റ് സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലും അവരാഗ്രഹിക്കുന്ന തരത്തിലൊരു ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് രാജ്യസഭയിൽ സംഭവിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചെല്ലാം BJPക്ക് സ്വാഭാവികമായിട്ടും ആശങ്കകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരുടെ മുന്നിലുള്ളത് കൊണ്ടാണ്. കാരണം വെച്ചാൽ നിലവിലുള്ള കണക്കുകൾ മാത്രമല്ല, കുറച്ച് മുന്നോട്ട് പോയാൽ പോലും, അതായത് ഇപ്പം നിലവിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അനുസരിച്ച്, ഇപ്പോൾ ഹരിയാനയാണെങ്കിലോ ജമ്മു കാശ്മീരാണെങ്കിലോ അതിനുശേഷം ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ ക്രമത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സ്ഥലങ്ങളിൽ ഒരിടത്ത് പോലും വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിലവിൽ ഇപ്പോൾ BJPക്ക് സാധിക്കുമെന്ന് അവർക്ക് തോന്നുന്നില്ല. അതിൻ്റെ റിഫ്ലക്ഷനായിരിക്കും രാജ്യസഭയിലും അല്ലെങ്കിൽ തുടർന്ന് പൊതുവെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റിൽ അത് സാധ്യമാകില്ല എന്നൊരു തോന്നൽ കൂടി അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ആശയം വേണം, അല്ലെങ്കിൽ ഒരു ഭാവി കാലത്തേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വൺ നാഷൻ അല്ലെങ്കിൽ ഒരു എലക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ പറയുന്നത്. നേരത്തെ ബ്രിട്ടാസും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫെഡറലിസ്റ്റിന് പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന ഒരു സംവിധാനമാണിത്. പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ബേസിക്കായിട്ടൊരു കാര്യം തന്നെ. ഇത് പ്രായോഗികമല്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പല ഗവൺമെൻറ്റുകൾക്കും പലതരത്തിലുണ്ടാകാം, തൂക്കുമന്ത്രിസഭകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. അതായിരുന്നു എല്ലാ കാലത്തും പല പാർട്ടികളും ഇതിനെതിരായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം തൂക്കുമന്ത്രിസഭകൾ ഉണ്ടായിക്കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് ഇടക്കാലത്ത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണം അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം അടിച്ചേൽപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമായിരിക്കുമോ നടത്തുന്നത്. ഇത് സാധാരണഗതിയിൽ ജനാധിപത്യ പ്രക്രിയ
ആ മനസ്സിൽ ആർജിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരത് തിരിച്ചും ആലോചിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഞങ്ങളല്ല ഭരണത്തിലെങ്കിൽ, കേന്ദ്രത്തിൽ ഞങ്ങളല്ല ഭരണത്തിലെങ്കിൽ നമ്മളുടെ ഒരു സംസ്ഥാന സർക്കാരിന് ഇതൊരു യഥാർത്ഥത്തിൽ ഇത് താങ്ങാവുന്നൊരു പ്രശ്നമാണോ? കാരണം മറ്റൊരു പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുന്നു, നമ്മുടെ ഒരു സംസ്ഥാന സർക്കാർ ഒരു തരത്തിൽ ഒരു പൂർണ്ണമായ ഭൂരിപക്ഷം തിരിക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ അവിടെ ഗവൺമെൻറ് ഒരു വീഴുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാം എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഈ ഭൂരിപക്ഷം ഒന്നും ലഭിക്കാതെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിലേക്ക് ഒരു സംസ്ഥാന ഗവൺമെൻറ് പോകുന്നു. അതിൻ്റെ ഫെഡറലിസം പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തങ്ങൾക്ക് ഗുണകരമാണോ എന്ന് ആലോചിക്കാൻ അവർക്ക് പറ്റാത്തത് പൊതുവെ ഒരു അവർക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ടോ ശ്രീജിത്ത്? കാരണം അവര് ഞങ്ങൾ ഇനി ഇവിടെ മാറുന്നില്ല എന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയല്ലേ? അങ്ങനെ മാറാതിരിക്കാനല്ലേ അവർ രാജ്യത്താകമാനം ഒറ്റ തെരഞ്ഞെടുപ്പ്, ഒറ്റ മൂഡ്, ഒറ്റ അജണ്ട, ഒറ്റ മുദ്രാവാക്യം, അവർ മാത്രം ഭരിക്കുന്ന ദീർഘകാലത്തെ സ്വപ്നം കാണുന്നതുകൊണ്ടല്ലേ അവർക്ക് മറ്റേത് വേണ്ടാതെ വരുന്നത്? അതുകൊണ്ടാണ് നിഷാദ് ഞാൻ പറഞ്ഞത്, എനിക്കത് ഭയങ്കരമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫാഷിസ്റ്റ് രീതിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജനാധിപത്യമുള്ളവർക്ക് മാത്രമേ മറ്റൊരു സർക്കാരിൻ്റെ സാധ്യതയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ തങ്ങൾ പ്രതിപക്ഷത്താകുന്ന ഒരു സമയത്തെക്കുറിച്ചിട്ടൊരു ആലോചന ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കണം. അങ്ങനെ ഒരു കാലം അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിന് ഈ ഫെഡറലിസത്തിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണ് നമ്മുടെ രാജ്യം ഫെഡറലിസ്റ്റ് ഒരു രീതിയിലേക്ക് പോകുന്നത്? കാരണം നമ്മുടെ വൈവിധ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിട്ടാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെടുന്നതിന് അതൊരു രാജ്യമല്ലാതിരിക്കും, അതൊരു ആശയമായിരിക്കും. ആ ആശയം രൂപപ്പെടുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കോളനി വിരുദ്ധ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കോളനി വിരുദ്ധ ഒരു സമരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയ സാധ്യമായത്. ആ ഐഡിയ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ രീതിയിലേക്ക് മാറ്റുമ്പോൾ ഭരണഘടനാ കമ്മിറ്റി അടക്കമുള്ള എല്ലായിടത്തും ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ഭാഷാ വൈവിധ്യമടക്കം നമ്മുടെ പ്രാദേശിക വൈവിധ്യമടക്കമുള്ള എല്ലാ കാര്യത്തിനെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു ഒരു ഗവൺമെൻറ്, ഒരു ഭരണ രീതിയായിരിക്കണം ഇന്ത്യയിൽ വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഫെഡറലിസം ഉള്ളത്. നമ്മൾ അമേരിക്ക പോലുള്ളൊരു സ്ഥലമല്ല ഉള്ളത്. നമ്മൾ പ്രസിഡൻഷ്യൽ രീതിയിലല്ല ഇവിടെ മുന്നേറുന്നത്. ഇവിടെ ഒരു ഏകഛത്രാധിപതിയുടെ പേരിൽ നമുക്ക് ഇവിടെ എല്ലായിടത്തും വോട്ട് ചോദിക്കുന്ന രീതിയല്ല നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ, നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അജണ്ടകളാണ് ഉള്ളത്. അത് പ്രാദേശിക ഭരണങ്ങൾ നിലനിൽക്കണമെങ്കിൽ പ്രാദേശികമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരികയും പ്രാദേശികമായിട്ടുള്ള അജണ്ടകൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആശയമുള്ളത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. ആ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിനെയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പരിപാടി അട്ടിമറിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആശങ്കയുണ്ട് ഇതിൽ. പക്ഷേ ഈ നടപ്പിലാക്കാൻ പോലും സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിൻ്റെ പുറത്ത് എന്തിനായിരിക്കും ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത് ഒരു ലോങ് ടേം അജണ്ടകൾക്കാണ്. ഇത്തരം ഒരു ചർച്ചകൾക്ക് ഒരു സാധ്യതകൾ തുറന്നിടുക, അതിൻ്റെ ഒരു ഇത്തരം അല്ലെങ്കിൽ ഒരു ഫെഡറലിസത്തിനെതിരായിട്ടുള്ള ഒരു ചർച്ച മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വൺ നാഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് പോലും ഇവിടെ സാധ്യമാണ്. ഇവിടെ ഗവൺമെൻറ് അത് അംഗീകരിച്ചതാണ്, ഇവിടെ ക്യാബിനറ്റ് അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അത്തരം ഒരു സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ദീർഘകാലമായിട്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇവിടെ BJPക്ക് സ്വാഭാവികമായിട്ടും പലതരം പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ ഇവർക്ക് മറികടക്കാനായിട്ടുള്ളൊരു മാർഗമായിട്ടും അവരുടെ ഒരു അടിസ്ഥാന ആശയത്തിൽ നിൽക്കുന്ന ആളുകളെ അവരിൽ പലരും അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം ഒരു ആശയം ഇപ്പോൾ നടപ്പിലാകുന്ന അല്ലെങ്കിലും അതിനുവേണ്ടി മണ്ണൊരുക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. രണ്ടാമത്തേത്, നിരന്തരം ഇത്തരം അതിദേശീയതയുടെ ഏക നേതൃഭരണത്തിൻ്റെ ആശയങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയെ, സ്വന്തം അനുയായി വൃന്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സംഗതിയെ എപ്പോഴും ഊർജ്ജസ്വലമാക്കുക, അവരെ ഇങ്ങനെ ത്രസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്ലാൻ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ് ശ്രീജിത്ത് നിരീക്ഷിക്കുന്ന സംഗതി. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ റിജിൽ മാക്കുറ്റിയും ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് കുറേയധികം നിഷ്കളങ്കമായ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ചിലവാക്കേണ്ടി വരുന്ന വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപ ഓരോ തെരഞ്ഞെടുപ്പിനും ചിലവാകുന്നുണ്ട്. പിന്നെ ഓരോ തവണയും പെരുമാറ്റച്ചട്ടം വരുമ്പം ഫ്രീസ് ചെയ്യപ്പെടുന്ന വികസന പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി സ്മൂത്ത് ആവുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുകയാണ്.
ഇതൊക്കെ ബഹുഭൂരിപക്ഷം കക്ഷികളും പിന്തുണയ്ക്കുന്നത് രാംനാഥ് കോവിന്ദിൻ്റെ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ആകെ 15 കക്ഷികളെ വിയോജിച്ചിട്ടുള്ളൂവെന്ന്. ഇപ്പോൾ സങ്കീർണമാണെങ്കിലും ഭാവിയിൽ കൂടുതൽ കക്ഷികളെ കൊണ്ട് അതിൽ അണിചേർക്കാൻ കഴിയുമെന്ന് BJPക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? ശ്രീ നിഷാദ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു നിയമം നടപ്പാക്കാനുള്ള തീരുമാനം. രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് അത് പാർലമെന്റിലേക്ക് ചർച്ച ചെയ്തുകൊണ്ട് ഇത് പാസ്സാക്കുക എന്നുള്ളതാണല്ലോ അവരുടെ നിലപാട്. തീർച്ചയായും അത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒരു കാര്യമാണ്, സംബന്ധിച്ച് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ വികസനത്തിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ ഓരോ ഘട്ടം നടത്തുമ്പോൾ 3500 കോടി രൂപയുടെ പ്രതിമ നിർമ്മിക്കുന്നതിന് ഒരു മടിയില്ലാത്ത സർക്കാരാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തും ഓരോ പ്രാദേശികമായും അതോടെ സംസ്ഥാന തലത്തിലും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെയായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പിനകത്ത് ആളുകൾ വോട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രാദേശികമായി വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ തന്നെ ആ ചർച്ചകൾ നടത്തിക്കൊണ്ട് അതിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിനകത്ത് ആളുകൾ വോട്ട് ചെയ്യുന്നത്. തീർച്ചയായും ഇതെങ്ങനെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഇവർ കാണുന്ന എന്താണ്, ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇവർക്ക് അധികാരം പിടിക്കാൻ പറ്റൂ എന്നുള്ളതിനെക്കുറിച്ച്, ഒരു കേന്ദ്രത്തെക്കുറിച്ച് വലിയ ചർച്ചയില്ലാതെ പ്രാദേശിക വിഷയങ്ങൾ മാത്രം വന്ന് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കൂ എന്നുള്ള പല തരത്തിലുള്ള ഇവരുടേതായ സ്വപ്നങ്ങളാവാം അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഇവർ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദോശ ചുട്ടെടുക്കുന്നത് പോലെ പല നിയമങ്ങളും രാജ്യത്ത് പാസ്സാക്കി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ചർച്ചയുണ്ടായിട്ടില്ല, പ്രതിപക്ഷത്തോട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 2 മോദി സർക്കാർ നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു നിയമം ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വരുമ്പോൾ തീർച്ചയായും പഴയതുപോലെ ആവില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണി ശക്തമാണ്. മാത്രമല്ല ഇവരുടെ മുന്നണി ഇപ്പോൾ 400 സീറ്റുമായി അധികാരത്തിലേക്ക് വെറും വിശ്വഗുരു അധികാരം പിടിക്കും, രാമൻ ഉണ്ടാക്കിയ മോദി എന്നൊക്കെ പറഞ്ഞു വന്നവർ ഇന്ന് കേവല ഭൂരിപക്ഷം പോലും ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിനകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പാർലമെന്റിനകത്ത് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടി തീർച്ചയായും ഇന്ന് നിതീഷ് കുമാർ അഭിപ്രായം പറഞ്ഞു. യഥാർത്ഥത്തിൽ ചന്ദ്രബാബു നായിഡു ഇതൊരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കക്ഷിക്കകത്ത് പോലും NDAക്കകത്ത് പോലും കൃത്യമായ രൂപത്തിലുള്ള ഒരു ഏകോപനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നിയമം പാർലമെന്റിലേക്ക് വരുമ്പോൾ അത് ഇവർക്ക് അതുപോലെ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് സംബന്ധിച്ച് സാധിക്കില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു രാഷ്ട്രീയം, ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം, ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഹിന്ദുത്വത്തിന് വേണ്ടി RSS എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനകൾ ഈ രാജ്യത്തിനകത്ത് ഒരു പൂർണ്ണാധികാരത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും ശ്രീ ജോൺ ബട്രാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഈ നാടിനകത്ത് ഇതുവരെ പറയാത്ത, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിമാർ പോലും ഉപയോഗിക്കാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തനി വർഗീയത പറഞ്ഞുകൊണ്ട് വെറുപ്പ് വാരി വിതറിക്കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇവർ പ്രചാരവേല നടത്തി മുമ്പോട്ട് പോയത്. തീർച്ചയായും ആ പ്രചാരവേല ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇവർക്ക് വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒരു വേള വിശ്വഗുരു പിറകോട്ട് പോയി എന്നുള്ളതാണ്. കേവലം ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് വിശ്വഗുരു പിറകോട്ട് പോയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഇവർ കൊട്ടിഘോഷിച്ച അയോധ്യയിൽ മോഡിഫൈഡ് രാമനെ ഉണ്ടാക്കി, രാമന് വീടുണ്ടാക്കിയതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയ ആ അയോധ്യയിൽ, ആ ഫൈസാബാദിൽ BJP എന്ന് പറയുന്ന ഈ പാർട്ടിയെ ചവിട്ടി പുറത്താക്കി, താമരയെ ചവിട്ടി ചാഴ്ത്തിയാണ് ജനങ്ങൾ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? ആ നാട്ടിലെ ജനങ്ങൾ പോലും ഇവരുടെ തട്ടിപ്പ് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് മറ്റു കക്ഷികൾക്ക് എന്നാണ്. അത് മാത്രമല്ല ശ്രീ നിഷാദ്, ഞാൻ അവസാനിപ്പിക്കാം ഒറ്റ കാര്യം കൂടി നമ്മൾ അവസാനിപ്പിക്കാം. ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോട്ട് നിരോധനം നടത്തി എന്ന് പറഞ്ഞു, കള്ളപ്പണം പിടിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ, കള്ളപ്പണം കൊണ്ടുവന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി അലമുറയിട്ടത് ഇതാ അദാനിയും അംബാനിയും ഒക്കെ തന്നെ ട്രാക്ടറിലും ലോറിയിലുമാണ് കള്ളപ്പണം കടത്തുന്നത്, അല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ എവിടെയാ കള്ളപ്പണം പിടിച്ചത്? അപ്പൊ കള്ളപ്പണം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവർ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഓരോ നടപ്പാക്കുകയാണ്. ആത്മവിശ്വാസം നിങ്ങൾക്കൊണ്ട് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. പക്ഷെ നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേട്ടോ. ഇപ്പൊ നടക്കില്ല. കാരണം ഇപ്പൊ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പരിതസ്ഥിതി നിങ്ങളുടെ മുമ്പിലില്ല, നിയമപരമായി ഇല്ല. അത് നമുക്ക് നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗശേഷി കൊണ്ട് മറികടക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ നടപ്പിലാക്കും നിങ്ങൾ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ അതിനെ വിശദീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. വിഷ്ണു, ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ 2029 നടപ്പിലാക്കുന്നതാണ് നിങ്ങളുടെ വാഗ്ദാനം. നമ്മളിപ്പോൾ അടുത്തതിൻ്റെ പിന്നത്തെ വർഷം നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ്. കേരള സംസ്ഥാനം
അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനത്തേക്ക് നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് ജനപ്രതിനിധികൾക്ക് വോട്ട് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. 2029 വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വന്നാൽ നമ്മുടെ നിയമസഭയുടെ കാലാവധി 3 വർഷമേ ഉള്ളൂ. അതെന്ത് തരത്തിലുള്ള ഭരണഘടനാ മൂല്യത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്? നിഷാദേ, താങ്കളിപ്പോൾ പറഞ്ഞതുപോലുള്ള ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ വളരെ വ്യക്തമായ ചോദ്യം തന്നെയാണ് ഉന്നയിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്, വിൽ ഇനിഷ്യേറ്റ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ത്രൂ ഔട്ട് ദ കൺട്രി കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഗ്രൂപ്പ്. അങ്ങനെ വിശദമായ ചർച്ചകൾ പല വിഷയങ്ങളിലും നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ നിയമമാകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമം നടപ്പിലാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഭേദഗതികൾ വേണ്ടിവരും, ചർച്ചകളൊക്കെ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തുടക്കം കുറിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അപ്പോൾ അത് വിജയിപ്പിക്കാനുള്ള എല്ലാ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും. പിന്നെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു രാജ്യത്ത് ഇത് ഒരു രാജ്യമാണ്, ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്? അല്ലാതെ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ഏകശിലാത്മകമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നും അനങ്ങാൻ സമ്മതിക്കുന്നില്ല, പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വ്യാജമായ ആരോപണങ്ങളുണ്ട്. കോൺഗ്രസ് ജയിച്ചിട്ടില്ല എത്രയോ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രം ജയിച്ച അതേ കക്ഷി തന്നെ സംസ്ഥാനങ്ങളിൽ ജയിക്കാതിരുന്നിട്ടുണ്ടല്ലോ. നിരവധി കക്ഷികൾ അധികാരത്തിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ പലപ്പോഴും കേരളത്തിൽ EMS സർക്കാർ അടക്കം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്നപ്പോഴെല്ലാം ഒരു പ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നേ. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേന്ദ്രത്തിൽ ജയിക്കുന്ന കക്ഷി തന്നെ സംസ്ഥാനത്ത് ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ഇതിനുമായി വളരെ പോസിറ്റീവായിട്ട് ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള കാര്യത്തിൽ ആഗ്രഹിക്കുമ്പോൾ ഈ രാജ്യത്ത് വലിയ വർഗീയത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചർച്ചയെ വഴിതെറ്റിക്കാണ് കോൺഗ്രസ് പ്രതിനിധി അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയൊന്നും ജനം അടിച്ച് പുറത്താക്കിയിട്ടൊന്നുമില്ല. ഈ രാജ്യത്ത് ഇപ്പോഴും അധികാരത്തിൽ കയറ്റാതെ ജനം പുറത്തു നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയായ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും. ഞാൻ ചോദിക്കുന്നത് വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടുവേണം നമുക്ക് ഈ സങ്കീർണതകൾ പരിഹരിക്കാൻ താങ്കൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ടേക്ക് എന്താണ് അതിൽ? വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് വെച്ചാൽ കേരളത്തിലെ നിയമസഭയ്ക്ക് അടുത്ത തവണ 3 വർഷമേ കാലാവധി ഉണ്ടാവും, 2029 വീണ്ടും ഇലക്ഷൻ വരും എന്നാണ്. അങ്ങനെ കാലാവധി ഇല്ലാതായി പോകുന്നതോ കൂടിപ്പോകുന്നതായിട്ടുള്ള സംസ്ഥാനങ്ങൾ വരും. അതിൽ BJP ടേക്ക് എന്താണ്? BJP എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം? ഒരു ചോദ്യമുണ്ട്. ഇടയ്ക്ക് വെച്ച ഒരു സംസ്ഥാന സർക്കാർ രാജിവെച്ച് പോയാൽ എന്തായിരിക്കും? എപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തണം? കാത്തിരിക്കണമോ അതോ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തണോ? ഇങ്ങനെയുള്ള വീണ്ടും ചോദ്യങ്ങളുണ്ട്. താങ്കൾ ഉന്നയിച്ചില്ലെങ്കിൽ ഞാൻ ആ ചോദ്യം അങ്ങോട്ട് പറയുകയാണ്. മറ്റു കക്ഷികളുമായിട്ട് സമവായം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് എല്ലാം കൂടെ നടക്കണം. നിങ്ങളുടെ ടേക്ക് എന്താണ്? എങ്ങനെ നടത്താമെന്നാണ്? നിഷാദെ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എല്ലാവരുമായും ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞങ്ങളല്ലാതെ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞു, നാളെ രാവിലെ അങ്ങ് നടപ്പിലാക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. ഇത് ഇപ്പോഴെങ്കിലും ചർച്ചകൾക്ക് തുടക്കം കുറിക്കേണ്ടേ? ചർച്ചകൾ തുടക്കം കുറിച്ച് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതെന്നാണ് മാറ്റിവെക്കപ്പെടേണ്ടത്? കാശ്മീരിന് കഴിഞ്ഞ 60-70 വർഷക്കാലം പ്രത്യേക പദവിയുണ്ടായിരുന്നു. കുറേ കാലഘട്ടം കാശ്മീരിന് പ്രത്യേക പദവിയുണ്ടായിരുന്നു. ഒരൊറ്റ രാജ്യമെന്ന് പറയുമ്പോൾ 2 ഭരണഘടനയുണ്ടായിരുന്നു, 2 പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു രാജ്യത്തിന് യോജിക്കാത്തതല്ല. പല കാലഘട്ടങ്ങളിലും കോൺഗ്രസ് സർക്കാരുകൾ നിലനിർത്തിയിരുന്നെങ്കിൽ ഇതെല്ലാം മാറ്റാനും രാജ്യത്തെ ഏകാത്മകമായ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് ശുഭകരമായ പോസിറ്റീവായ സിഗ്നലുകൾ തന്നെയാണ് രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഞങ്ങളെ എതിർക്കുന്നവർ തന്നെ ഞങ്ങളെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇത് രാജ്യത്ത് നിയമമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനകത്തൊരു സമവായത്തിന്റെ സാധ്യതകളെ കുറിച്ച് BJP സംസാരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിസഭ ഇത് പാസ്സാക്കിയത് കൊണ്ട് തന്നെ എല്ലാ മുന്നണി അംഗങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് സ്വാഭാവികമായി വിചാരിക്കണം. പക്ഷേ എന്നാലും 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ ഇതിനെക്കുറിച്ച് തുറന്ന അഭിപ്രായം രാഷ്ട്രീയമായി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് BJP കൊണ്ടുവരുന്ന ഒന്നിനെ നിങ്ങൾ എന്തിനു സംശയിക്കണമെന്ന് BJPയുടെ പാനലിസ്റ്റ് ചോദിക്കുകയാണ്. സത്യത്തിൽ BJP കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ചെറിയ കക്ഷികൾ, പ്രാദേശിക കക്ഷികൾ ഇതിനെ കാര്യമായി സംശയിക്കാനുള്ള സാധ്യത എന്തുമാത്രം കൂടുതലാണ്? കാരണം BJP ആത്യന്തികമായി ഇപ്പോൾ ആന്ധ്രയിലായാലും ബീഹാറിലായാൽ പോലും BJPയുടെ സദുദ്ദേശമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവരല്ലേ പ്രാദേശിക കക്ഷികൾ? അതുകൊണ്ട് സമവായത്തിൻ്റെ ഏതെങ്കിലും ഒരു സാധ്യത ഇക്കാര്യത്തിൽ അവശേഷിക്കുന്നുണ്ടോ? അതിനകത്ത് എന്തുമാത്രം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? യഥാർത്ഥത്തിൽ 5ഓളം ഭരണഘടനാ ഭേദഗതികൾ ഇതിനകത്ത് വേണം. അതായത് 3-2 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ വേണം. മാത്രവുമല്ല ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭാ കാലാവധി ചുരുക്കണമെങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പലയിടത്തും ഉണ്ടെങ്കിൽ പോലും 50% സംസ്ഥാനങ്ങളത് റാറ്റിഫൈ ചെയ്യണം. അത്ര എളുപ്പമല്ല. മാത്രമല്ല ഞാനൊരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് സെലക്ട് കമ്മിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ പോകും.
1 or 2 വർഷം എടുത്തിട്ട് മാത്രമേ ഇത് തിരിച്ച് പാർലമെൻറ്റിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്താ പറയുക, ഒരു ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി മോഡി സർക്കാർ ശ്രമിക്കുന്നു. 2013 നരേന്ദ്രമോദി ആദ്യമായിട്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. 2 തവണയും മോഡി ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന 3-ാം ടേമിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ നിർദ്ദേശം കൊണ്ടുവരുന്നതെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ രാജ്യത്ത് ഒന്നും മാറിയിട്ടില്ല, ഞങ്ങളാണിത് മുഴുവൻ ഭരിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ കടിഞ്ഞാൺ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഒരു പേശിബലത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം. ശ്രീജിത്ത് ദിവാകരൻ, അത് അങ്ങനെയാണ്. അതായത് ഞങ്ങളുടെ ഹിന്ദുത്വ ഐഡിയോളജി, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന RSSും BJPയും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ പദ്ധതികൾ, അതിൽ ഞങ്ങൾ ദുർബലമായി പോയെന്നോ അതിൽ ഞങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നോ ആരും വിചാരിക്കേണ്ട. ഞങ്ങളുടെ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ RSSൻ്റെ 100ാം വാർഷികം വരാൻ പോവുകയാണ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഹിന്ദുത്വ പ്രോജക്റ്റ് ഞങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന കനത്ത സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശം ഈ നടപ്പിലാക്കാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനകത്ത് ഉണ്ടാവുമോ ശ്രീജിത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു തരത്തിൽ അവരത് സ്വയം പ്രഖ്യാപിക്കുകയും അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി, അമിത്ഷാ അടങ്ങുന്ന ഭരണത്തിൻ്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ അത് RSSനോട് പറയുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ RSS നേതൃത്വത്തിന് BJPയുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഭരണത്തിൽ വന്നതിന് ശേഷവും പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷവും എല്ലാം അതിൽ തുടരുകയാണ്. അത് BJPയോടുള്ള പ്രശ്നമല്ല, മറിച്ച് നരേന്ദ്രമോദിയോടും അല്ലെങ്കിൽ ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്ന ചിലരോടുമുള്ള പ്രശ്നമാണ് എന്നുള്ള കാര്യം അത് അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും നദ്ദയൊക്കെ RSSൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ BJPക്ക് മുന്നോട്ട് പോകാൻ എന്ന തരത്തിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംസാരം ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നടത്തുക RSS നേതൃത്വത്തിന് വലിയ കാര്യമായിട്ട് പ്രശ്നമുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് RSSൻ്റെ 1-2 ആവശ്യങ്ങൾ വളരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കി കൊടുത്തതും, പ്രത്യേകിച്ചും RSSൻ്റെ പ്രവർത്തനത്തിന് സർക്കാർ തലത്തിൽ അംഗീകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ RSSൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രശ്നമല്ല എന്നൊരു ഉത്തരവെല്ലാം ഉണ്ടാകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ്. RSS നേതൃത്വത്തിന് TC അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ മറ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷം, 3ാം മോഡി സർക്കാർ വന്നതിന് ശേഷം ഈ ബീഫ് അതിൻ്റെ പേരിലുള്ള ഒരു ആക്രമണങ്ങളുടെ ഒരു വർധനവിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് അത് വീണ്ടും വാർത്തകളിലേക്ക് നിറഞ്ഞു വരികയും എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോർ അജണ്ടയിൽ നിന്ന് BJPയോ അല്ലെങ്കിൽ ഒരു സർക്കാരോ പുറകോട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു സന്ദേശം അണികളിലേക്കും RSS നേതൃത്വത്തിലേക്കും എല്ലാം എത്തിക്കുന്നതിലൊരു പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു ധൃതി പിടിച്ചപ്പോൾ ഇത്തരത്തിലൊരു ധൃതി പിടിച്ചിട്ടൊരു സമീപനം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ളൊരു ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ അത്തരം രീതിയിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ കോവിൻ കമ്മിറ്റിക്ക് മുന്നിലേക്ക് ഈ നിർദ്ദേശം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു, വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ചർച്ച പാർലമെൻറ്റിൽ നടന്നിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു വലിയ പരാതിയാണ്. കാരണം അങ്ങനെ ഒരു കമ്മിറ്റിയിലേക്ക് ഇത് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചർച്ച നടത്തേണ്ടതാണ്. കാരണം ഇതൊരു ആ രീതിയിലാണല്ലോ നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇതൊരു പാർലമെൻറ്റിൻ്റെ ഒരു മാൻഡേറ്റോടു കൂടിയാണ് എല്ലാ തരത്തിലുള്ള വലിയ ഒരു ഭരണപരമായ പരിഷ്കാരങ്ങളോ വലിയ നിയമങ്ങളുടെ മാറ്റങ്ങളോ എല്ലാം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നമ്മുടെ കോർ ഐഡിയ ഓഫ് ഇന്ത്യയെ ബാധിക്കുന്നൊരു കാര്യമാണിത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു വലിയ ചർച്ച വേണ്ടതാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് പോകാതെയാണ് നേരിട്ട് ഇങ്ങനൊരു കമ്മിറ്റിയിലേക്ക് പോയത്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളാകട്ടെ ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ മറ്റൊരു ചർച്ചയും കൂടാതെ തന്നെ ഒരു ക്യാബിനറ്റ് അംഗീകരിച്ചതിന് ശേഷം തുടർന്ന് ഇനിയിപ്പോൾ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരം ഒരു ജനാധിപത്യ ഒരു രീതിയുടെ ഒരു അഭാവം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് നടപ്പാക്കുക എന്നതോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആശയത്തെ മുന്നോട്ട് വയ്ക്കുകയോ അല്ല പ്രധാനം, മറിച്ച്
ഒരു ഹിന്ദുത്വയുടെ ഒരു കോർ അജണ്ട, ആ അജണ്ട പുഷ് ചെയ്യുക, അത് നടപ്പാക്കാൻ യോഗ്യമായിട്ടുള്ളൊരു സർക്കാർ തന്നെയാണ് തങ്ങളുടേത് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത്. അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയോ ഒന്നും ആയിരിക്കില്ല. ആഗ്രഹവും ഇതിന് പിന്നിലുണ്ട് എന്നാണ്. അല്ല, റിജിൽ മാക്കുറ്റി, ഈ കോവിൻ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ അതിൽ വിയോജിച്ച പാർട്ടികളുടെ എണ്ണമാണ് കുറവ്, യോജിച്ചവരുടേത് കൂടുതലാണെന്ന് കോവിൻ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോഴും അതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഇത് നല്ലതാണ് എന്ന അഭിപ്രായത്തെ പിന്തുണച്ചു എന്നാണ് അവരുടെ വാദം. ഇപ്പോൾ വിയോജിച്ചു എന്ന് പറയുമ്പോൾ അഭിപ്രായം രേഖപ്പെടുത്താത്ത കക്ഷികൾ, 2 പ്രധാനപ്പെട്ട കക്ഷികൾ, 2-3 കക്ഷികൾ നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ ഉണ്ട്. അവർ മറുപടി പോലും കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവരുടെ കോൺഫിഡൻസ് ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് രാജ്യത്തെ വിശ്വസിപ്പിക്കാൻ കഴിയും. കാരണം ഒറ്റ തെരഞ്ഞെടുപ്പാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ കഴിയും, ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതാക്കാൻ കഴിയും, അഴിമതി ഇല്ലാതാക്കാൻ കഴിയും. ഇങ്ങനെ പബ്ലിക് സൈക്കിനെ വളരെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ഈ പരിപാടി കൊണ്ട് വരുന്നത്. അതിന് പൊതുസ്വീകാര്യത വേഗത്തിൽ കിട്ടുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. നിങ്ങൾ എങ്ങനെ കാണുന്നു അതിനെ? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ ഈ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വ കമ്മിറ്റിക്കകത്തുള്ള ആളുകൾ ആരാണെന്നെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അമിത്ഷാ ഉണ്ട്, അതോടൊപ്പം മറ്റുള്ള അതുമായി BJP ബന്ധപ്പെട്ട് താല്പര്യ കക്ഷികളായി കൂടുതലുണ്ടാകുക. ഇത് ആരോടൊക്കെയാണ്, എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് ചർച്ച നടത്തിയത് എന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിലാണോ ചർച്ച ചെയ്യപ്പെട്ടത് എന്നതിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഇവരുണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഇപ്പോൾ രാംനാഥ് കോവിന്ദ് ആരാണെന്ന് നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ കൃത്യമായ ബോധ്യമുണ്ട്. RSSൻ്റെ പാഠശാലയിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ്. പിന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ വക്താവായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗമായി ആയതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം ഒരാളിൽ നിന്ന്, കമ്മിറ്റിയിൽ നിന്ന് വന്ന കാര്യമാണിത്. ഇത് വിശാലമായ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ ഒന്നും വന്നില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രതിപക്ഷം എന്നതിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഭയമില്ല. തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ ഭയം വേണ്ടത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ മാൻഡേറ്റ് കുറഞ്ഞു പോകുന്നുള്ള ഒരു ഭയം ഉണ്ടാവില്ല. പ്രതിപക്ഷ കക്ഷികൾക്ക് അങ്ങനെ പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിൽ നടക്കട്ടെ. ജനാധിപത്യത്തിൻ്റെ സമ്പുഷ്ടമാക്കാൻ അവരുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആശയങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ചർച്ച ചെയ്യാനോ അവർക്ക് അവസരങ്ങൾ രേഖപ്പെടുത്താനും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. അങ്ങനെ ഒരു ഇലക്ഷൻ വേണ്ട. ആ ഇലക്ഷൻ്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഏകരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു ചുവടുവെപ്പാണ്. അതിനുവേണ്ടി കളമൊരുക്കുന്നതിന് വേണ്ടി ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നു. ഈ നാട്ടിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടോ? വിലക്കയറ്റം ഒരു വലിയ വിഷയമായി രാജ്യത്ത് നടക്കുകയാണ്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇതാ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച് കള്ളപ്പണം പിടിപ്പിച്ചു എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണത്. എന്തായി സംഭവം നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ പല മേഖലയിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധൂർത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല മേഖലയും ഇവർ ധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ധൂർത്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെലവ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വൺ ഇന്ത്യ അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്തുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയപരമായ അജണ്ടയുണ്ട്. ആ അജണ്ടയെ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഇവർ ഏക സിവിൽ കോഡ് കൊണ്ടുവന്നപ്പോഴും അതോടൊപ്പം തന്നെ നമുക്ക് പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോഴൊക്കെ രാജ്യത്ത് അതിശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിനകത്തും ഇത് BJPയുടെ ഒരു അജണ്ടയാണെന്നും ഹിന്ദുത്വ അജണ്ടയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള കൃത്യമായ രൂപത്തിലുള്ള നിലപാടുകളും രാഷ്ട്രീയ പ്രചാരവേലകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. പഴയ രൂപത്തിൽ ഇവർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ BJP പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിൽ ഞങ്ങൾ മാൻഡേറ്റിൻ്റെ ഫലത്തിൽ എല്ലാം അങ്ങ് ഞങ്ങളുടെ കൈപ്പിള്ളയിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് പറയുന്ന ഏകാധിപത്യ ശൈലി ഈ രാജ്യത്ത് അനുവദിക്കില്ല. അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് BJP ഇന്ന് കേവലം നേരത്തെ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഒപ്പം ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യം, അതായത് നാളെ ഒരിക്കൽ ഞങ്ങൾ മാറി വേറെ ഒരു കക്ഷി കേന്ദ്രാധികാരത്തിൽ വരികയും നിങ്ങൾ സംസ്ഥാനങ്ങളിൽ മാത്രം ഭരിക്കുന്ന കക്ഷിയായി ചുരുങ്ങുകയും ചെയ്യുക. അങ്ങനെ ഒരു ഘട്ടത്തിൽ സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ കാലാവധി കുറഞ്ഞു പോവുക, സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ട ടെന്യൂർ പൂർത്തിയാക്കാൻ കഴിയാതെ വരിക പോലെയുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ മുമ്പിൽ കാണുന്നില്ല എന്നുള്ള ഒരു മൗലികമായ ചോദ്യം അവിടെയുണ്ട്. രണ്ടാമത്തേത്, ഒരു ദേശീയ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പും നടത്തുക എന്ന് വെച്ചാൽ പഴയ കാലമൊന്നുമല്ല. ഇപ്പോൾ ഒരു ദേശീയ അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക, ദേശീയ വിഷയങ്ങൾക്കായിരിക്കും പ്രിഫറൻസ്, പ്രാമുഖ്യം ഉണ്ടാവുക. അതിൻ്റെ ഒരു ടോട്ടൽ ആംബിയൻസ് തന്നെ വേറെ ആയിരിക്കും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പ്രാദേശിക തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്, പ്രാദേശിക വിഷയങ്ങളെ മുൻനിർത്തിയെടുക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളുണ്ട്, പ്രാദേശിക കക്ഷികളുടെ എക്സിസ്റ്റൻസ് ഉണ്ട്.
ഇവയൊക്കെ ഇത് അപകടത്തിലാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനല്ലാതെ ഒരു നിഷ്കളങ്കത അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും BJPക്ക് ഒരു കൺസേണും ഇല്ലേ? നിഷാദ്, ആദ്യം ഞാൻ പറയുന്നതിനിടെ ഇടയ്ക്ക് കയറി താങ്കൾ ഇടപെടരുത്. മറ്റ് പാനലിസ്റ്റുകളൊക്കെ പറയുമ്പോൾ താങ്കൾ അവർക്ക് കൃത്യമായ സമയവും ഇടയ്ക്ക് ഇടപെടാതിരിക്കുകയും ഞാൻ പറയുമ്പോൾ മാത്രം ഇടയ്ക്ക് ഇടപെട്ട് എന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കൂ. ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ കാലാവധി ഞാൻ പറഞ്ഞല്ലോ, അതിലാണ് ആദ്യമേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ചർച്ചകളുണ്ട്. 5 വർഷം തികഞ്ഞ സർക്കാരുകളും അല്ലെങ്കിൽ അടുത്ത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ 5 വർഷം പൂർത്തീകരിക്കപ്പെടാത്ത സർക്കാരുകളും അപ്പോൾ ഏത് രീതിയിൽ ഈ നിയമനിർമ്മാണം വേണ്ടതിനെ പറ്റി എന്നുള്ളത് നമ്മൾ വിശാലമായി ചർച്ച ചെയ്യപ്പെടുകയും അതിൽ നിന്ന് അടിസ്ഥാനത്തിൽ ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് നിയമമായിട്ടില്ലല്ലോ, കരട് പോലും പൂർണ്ണമായിട്ടായിട്ടില്ല. ഇനിയും അതിനോട് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ രാജ്യത്തെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റൊരു കക്ഷി അധികാരത്തിൽ വരാം, ഞങ്ങൾ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, അതൊക്കെ ജനമാണ് തീരുമാനിക്കുന്നതെന്നേ. കോൺഗ്രസ് അധികാരത്തിൽ വരണമോ BJP അധികാരത്തിൽ വരണമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതല്ല ഈ രാജ്യത്തെ ജനങ്ങളാണ്. അവരാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നിശ്ചയിക്കുന്നത്. അതല്ലാതെ BJPയും കോൺഗ്രസും എന്ന് പറയുന്നത് ജനങ്ങൾ നിശ്ചയിക്കുന്ന പാർട്ടികൾ മാത്രമാണ്. അന്തിമ തീരുമാന വിധികർത്താക്കൾ എപ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. പിന്നെ ശ്രീജിത്ത് ദിവാരം പറഞ്ഞല്ലോ RSSനെ പറ്റിയൊക്കെ. ഈ പണ്ടാരോ പറഞ്ഞതുപോലെ അഞ്ജനം എന്നാണ് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. RSSും BJPയൊക്കെ തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് RSSനെ അറിയില്ല, നിങ്ങൾ RSSനെ അറിയാൻ ശ്രമിക്കുന്നുമില്ല. RSS ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നൈമിഷികമായ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകളുള്ള, കൃത്യമായ ഊർജ്ജ പ്രവാഹം നടത്തുന്ന ഒരു സംഘടനയാണ് RSS. ആ RSSനെ നിങ്ങൾ അറിയാതെ വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് വെറുതെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നതല്ലാതെ യാതൊരു ഗുണവുമില്ല. RSSന്റെ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തമായ രീതിയിലേക്ക് ഈ രാജ്യത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും അതിലെ ഊർജ്ജവും കൂടി ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ RSSൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്നു, RSSന്റെ അജണ്ടകൾക്കനുസരിച്ച് കാര്യങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കുന്നു. ഞങ്ങൾ ജനങ്ങളോട് സംവദിച്ച് തന്നെയാണ് ഓരോ തിരഞ്ഞെടുപ്പും നേരിടുന്നത്. ജനങ്ങളുടെ മുന്നിൽ അജണ്ടകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും. ഞങ്ങൾ ആരും ഇരുട്ടത്ത് കയറി വന്നതല്ല. നരേന്ദ്രമോദി അടക്കം ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചിട്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതെന്ന് മറ്റ് പാനലിസ്റ്റുകളെ കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. CPM ഇന്ത്യയിലെ വലിയ കക്ഷിയായിരുന്നല്ലോ. 65 MPമാർ 2004 ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ് സർക്കാരിനെ ആദ്യമേ പിന്തുണയ്ക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായി? ഇപ്പോൾ കേവലം 4 MPമാരിലേക്ക് ഈ പറഞ്ഞ പോലെ രാജസ്ഥാനിലടക്കം KC വേണുഗോപാലിന്റെ കാല് പിടിച്ചിട്ട് കൊണ്ടാണ് ഒരു CPM MPയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ദേശീയ പാർട്ടി പോലും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞത്. പിന്നെ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ EMS സർക്കാർ 2 തവണ ജയിച്ചിട്ടുണ്ടല്ലോ. കേന്ദ്രത്തിൽ പല കക്ഷികൾ അധികാരത്തിൽ വന്നപ്പോൾ സമാനമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അതേ കക്ഷികൾ വിജയിച്ചിട്ടൊന്നുമില്ലെന്നേ, പരാജയപ്പെട്ടിട്ടുണ്ടെന്നേ. കോൺഗ്രസ് ജയിച്ചപ്പോൾ എത്രയിടത്ത് BJP ജയിച്ചിട്ടുണ്ട്. BJP വിജയിച്ച പാർലമെന്റ് ഇലക്ഷനിൽ എത്രയിടത്ത് സംസ്ഥാനങ്ങളിൽ BJP പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, വിവേചന ബുദ്ധിയുണ്ട്. അവർക്ക് പാർലമെന്റിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നും നിയമസഭയിൽ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം ഉണ്ട് എന്നത് കൂടി തന്നെയാണ് എന്റെ പോയിന്റ്. ഞാനത് പറയാം. ജോൺ ബ്രിട്ടാസ് ഇതിനകത്ത് ഇപ്പം ഇത് നിയമം നിയമം പാസ്സാവാനുള്ള സമയപ്രശ്നമുണ്ട്. വിഷ്ണു പ്ലീസ് താങ്കൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് പാസ്സാവാനുള്ള സങ്കീർണതകളെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് നിയമപ്രശ്നമുള്ളൂ. ഇത്തരം ഒരു നിയമം ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് ജോൺ ബ്രിട്ടാസ്. കാരണം ഇതിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഇളക്കാൻ പറ്റില്ല എന്ന കോടതി വിധികളാൽ സമ്പന്നമാണ് നമ്മുടെ നിയമവ്യവഹാര മേഖല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു നിയമം ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതിൻ്റെ നിയമപ്രശ്നം എന്താണ്? ഇപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ പാർലമെന്റിന്റെ മുമ്പിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നിയമ പ്രക്രിയയുടെ ഭാഗമായിട്ട് പാർലമെന്റിന്റെ മുന്നിലേക്ക് വരുന്നൊരു വിഷയത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അത് യുക്തിപരമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് പാർലമെന്റിൽ ഇതിനെതിരെ പോരാടും, കമ്മിറ്റിയിൽ പോരാടും. സ്വാഭാവികമായിട്ടും ഒരു വൈഡർ ഡിബേറ്റ് ഉണ്ടാവും. ഇതിൽ ഞാൻ ഇപ്പം തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, റിമൈനിങ് പീരീഡിലേക്ക് മാത്രം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ള അസംബന്ധങ്ങളെപ്പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ 100 ദിവസം കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് നടക്കണമെന്ന് പറയുന്ന അസംബന്ധമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇനി ഇഴകേറി പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. മാത്രമല്ല, ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റിക്കോ JPCക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ പോകും. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ, MPമാരുടെ മുമ്പിൽ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് ഈ ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു ഘട്ടങ്ങൾ കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ മറ്റ് നിയമപരമായിട്ടുള്ള നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയുള്ളൂ. റിജിൽ മാക്കുറ്റി, ഇതിനകത്ത് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ഇല്ലാതെ ഇത് സാധ്യമാക്കാൻ കഴിയില്ല.
പക്ഷേ BJP അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇനിയിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. BJP ഒരു വലിയ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്, വലിയ തോതിൽ ആളുകളെ ഇതിന് പരുവപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, കാരണം ഇതൊന്നും ഇപ്പോൾ നടപ്പിലാവാൻ പോകുന്ന കാര്യമല്ല. പക്ഷെ കാണൂ, BJP RSS അവരുടെ ഈ ഏകശിലാത്മകതയിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ രാഷ്ട്രീയ പദ്ധതികൾ പാർലമെന്റിനകത്ത് പുറത്ത് ഒക്കെ പലതരത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരൊട്ടും പിന്നോട്ട് പോയിട്ടില്ല, ദുർബലപ്പെട്ടിട്ടില്ല എന്നല്ലോ നിങ്ങൾ കാണേണ്ടത്. അതിന് ഒപ്പിച്ചുള്ള കൗണ്ടർ പ്രോജക്റ്റ് ഇപ്പുറത്തും വേണം. അതിൽ നിങ്ങൾ ആക്റ്റീവാണോ? തീർച്ചയായും ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കേവലം ആ തെരഞ്ഞെടുപ്പിന് പിന്നെ മുന്നിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സഖ്യമായിരുന്നില്ല. അത് സഖ്യം അതിശക്തമായി തന്നെ മുമ്പോട്ട് പോകും. ഇന്ത്യ സഖ്യം അതിശക്തമായി ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല. അങ്ങനെ എല്ലാ സർവായുധങ്ങൾ എടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോരാടിയല്ലോ ജനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയോധ്യയിൽ രാമനെ ഉണ്ടാക്കി പിന്നെ തെരഞ്ഞെടുപ്പ് നേരിട്ടവരല്ലേ, എന്താ ഈ സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നത് മുഴുവൻ അംഗീകരിക്കുന്നവരല്ലല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ. അങ്ങനെ അംഗീകരിക്കുമെങ്കിൽ 400 സീറ്റിൽ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എല്ലാ നിയമങ്ങളും ഒറ്റയ്ക്ക് അടിച്ചേൽപ്പിക്കുമായിരുന്നില്ലേ? അങ്ങനെ ആകാനുള്ള അനുവദിക്കാനുള്ള സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇപ്പം BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു കാര്യം, RSS എന്താ നിങ്ങൾക്കറിയില്ല. RSS ഞങ്ങൾക്കറിയാം. RSS എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഹിന്ദുത്വ തീവ്രവാദ സംഘടനയാണ്. ഒരു തികഞ്ഞ തീവ്രവാദ സംഘടനയാണ് RSS. ആ തീവ്രവാദ സംഘടന ആ തീവ്രവാദപരമായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതൊക്കെ റിജിൽ മാർക്കുറ്റി കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളൊക്കെ SDPയുടെയും പോപ്പുലർ ഫ്രണ്ടിലെ ഓഫീസുകാർ ഇറങ്ങുന്ന കാര്യമുണ്ട്, വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. RSS നേരെ വേണ്ട. മഹാത്മാഗാന്ധിയെ വധിച്ച ഒരു സംഘടനയാണ് RSS. ആ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രപിതാവിനെ വധിച്ച സംഘടന തീവ്രവാദ സംഘടനയല്ലാതെ, ആ ഭീകരവാദ സംഘടനയല്ലാതെ അവർക്ക് എന്ത് സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്? അവർക്ക് എന്ത് സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്? അവരുടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അതിന് സങ്കീർണതകളുണ്ടെങ്കിലും BJP അതിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്നു. ഒരു കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടില്ല. മാപ്പും കോപ്പൊക്കെ പറഞ്ഞ സർവർക്കറാണ്. രാഹുൽ ഗാന്ധി എവിടെ മാപ്പ് പറഞ്ഞിട്ടില്ല. താങ്ക് യു റിജിൽ മാക്കുറ്റി. BJ വിഷ്ണു, ശ്രീജിത്ത് ദിവാകരനൊപ്പം ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞല്ലോ.